ഹായ് ഗായ്സ്, ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എൻ ഔപ്പ ഇൻ ജർമ്മനി. ഇവിടെ നമ്മൾ കാലത്ത് 6 മണിക്ക് എന്നുവെച്ചാൽ ഓരോ വീട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ 6 മണിക്ക് എണീക്കണം. കാരണം കാലത്ത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ അവർക്ക് ടിഫിനും പാക്ക് ചെയ്തു. കാലത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഉള്ളത് ഹാംബർഗിലാണ്. ഇവിടെ ആക്ച്വലി തണുപ്പായതുകൊണ്ട് നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഫേസ് ഡ്രൈ ആവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലിപ് ബാമും മോയ്സ്ചറൈസറും ഇട്ടിട്ടാണ് പോവുക. ഇവിടെ എല്ലാ റൂമിലും ഇങ്ങനെ ഹീറ്റർ, എല്ലാ റൂമിലും മാത്രമല്ല എല്ലായിടത്തും ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാത്രി എല്ലാവരും ഹീറ്റർ കൂട്ടിയിട്ടാണ് കിടക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. കാലത്ത് നമുക്ക് പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കാല് വെക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇവിടെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ്, ബട്ടർ, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇതെല്ലാം ടേബിൾമോ കൊണ്ടുവച്ചാൽ മതി. എല്ലാവരും അവരുടെ ആവശ്യത്തിനടുത്ത് കഴിച്ചോളും. പിന്നെ ടിഫിൻ മാത്രം നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കണം. അതിലും വലിയ പണിയൊന്നുമില്ല. കാരണം ഈ ബ്രെഡ്, ബട്ടർ അതൊക്കെ തന്നെയാണ് ഇവർ ടിഫിനായിട്ട് കൊണ്ടുപോകണം. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവരുടെ കൂടെ തന്നെയാണ് കഴിക്കാറ്. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കഴിച്ചത്. പിന്നെ വേസ്റ്റ് നമ്മൾ പുറത്ത് എല്ലാത്തിനും ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിനകത്ത് കൊണ്ടിടുക. അതൊക്കെയാണ് കാലത്ത് വരുന്നത്. ഇവിടെ ഞാൻ വന്നേക്കുന്ന സ്ഥലം കുറച്ച് പ്രകൃതി രമണീയമാണ്. നീ കാണുന്നത് കണിക്കൊന്ന ഞങ്ങൾ വിചാരിക്കും, പക്ഷെ കണിക്കൊന്നല്ല. ഇവിടെ അങ്ങനെ കുറേ പൂക്കളും കായ്ക്കളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ പുല്ലിലൊക്കെ എവിടെ നോക്കിയാലും പൂക്കളും പിന്നെ ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അതാണ് ഇവിടുത്തെ കാലത്തെ റുട്ടീൻ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഈ താഴെ കുട്ടികളുടെ ഡ്രസ്സ് അലക്കിയതുണ്ടാവും. അപ്പൊ അതൊന്നും മടക്കി വെക്കണം. അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് കുട്ടികളുടെ ബെഡ് കുട്ടികളെ എനിക്ക് പോയി കഴിയുമ്പോൾ അതൊന്നും വിരിച്ചിടുക. അതെല്ലാ കുട്ടികളുടെയും ചെയ്യണം. ആൻഡ് ഇന്ന് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്നപ്പോൾ ഞാൻ മണ്ടത്തരങ്ങൾ ചെയ്ത കാരണം ഇതിലിപ്പോൾ അധികം സാധനങ്ങളില്ല. അപ്പോൾ ഉള്ളത് വെച്ച് റെഡി ആയിട്ട് ഞാൻ പോവാണ്. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയാത്ത കാരണം ഇവര് തന്നെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചിനുള്ള കാര്യങ്ങൾ ജസ്റ്റ് അരിയാനൊക്കെ. പിന്നെ ഇടയ്ക്ക് നമ്മളോട് ഇവര് അത് ഒന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ നമ്മളതൊന്ന് മനസ്സറിഞ്ഞൊന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് അവരോട് കളിക്കുക, പിന്നെ ഹോംവർക്കിന് ഹെൽപ്പ് ചെയ്യുക. അത് കഴിയുമ്പോൾ പിന്നെ 8 മണിയാകുമ്പോൾ ഇവിടെ എല്ലാവരും കിടന്നു. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്കുള്ള നല്ല ശീലങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഒതുക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വേറെ ചെയ്യും.